ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസ് ഇറ്റ് മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായി ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 1 ഏൻഷ്യന്റ് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ഏൻഷ്യന്റ് ഹിസ്റ്ററി. അതിൽ കഴിഞ്ഞ വീഡിയോസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മൈക്ക് ഓഫായി പോയിരുന്നു. നമ്മൾ ഓണാക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ സൗണ്ട് ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ഭാഗം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ലാസ്റ്റ് ഭാഗമൊന്നും നമുക്ക് വീഡിയോയിൽ ടാങ്ക്സും കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ദയവേത് ക്ഷമിക്കണം എന്ന് നമുക്ക് പറയാനാവുള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിന്യൂ ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മര്യാദകളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള രീതികളും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കാര്യം അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യത്തോടുകൂടി പറയേണ്ടി വരുന്നത് വീഡിയോയിൽ. അപ്പോൾ ലാസ്റ്റ് ഭാഗം നിങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥയായതുകൊണ്ട് തന്നെ അത് ദയവേത് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതേ നമുക്ക് പറയാനാവുള്ളൂ. നമ്മൾ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ടൈപ്പ് സെറ്റ് ചെയ്ത് വെക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാനുള്ളതെല്ലാം. നിങ്ങൾ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സും ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോ അല്ല, നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്യണ വീഡിയോ. അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ റിലീജിയസ് ബുക്സ് ആണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിലീജിയസ് വരെ പറഞ്ഞ് നിർത്തുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വീഡിയോ അത്തരത്തിലുള്ള അവസ്ഥയിലാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സുകളൊന്നും നമുക്ക് പറയാൻ സാധിച്ചിട്ടില്ല. സാധാരണ നമ്മൾ ആ ടോപ്പിക്സുകളൊക്കെ പിന്നീട് ചെയ്യുന്ന വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സുകളെല്ലാം പറയാറുണ്ട്. അപ്പം നമ്മൾ റിലീജിയസ് ബുക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ക്ലാസ് എടുക്കുന്നത്. ഒരു കാര്യം കൂടിയും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ടോപ്പിക്സും കൂടിയും നമ്മൾ ചേർക്കാൻ വിചാരിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ആ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒരു വെറുതെ ആയി പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനു മുന്നേ ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സും കൂടി നമ്മൾ ഉൾപ്പെടുത്തും. കാരണം നമുക്കൊന്നും പറയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് നോക്കാം റിലീജിയസ് ബുക്സ്. ആദ്യം തന്നെ പറയണ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. റിലീജിയസ് ബുക്സ്. Although archaeology has not yielded proof of the identity of the Aryans, the evaluation and spread of their culture across the Indo-Gangetic plain is generally undisputed. Modern knowledge of the early stages of this process rests in a body of sacred texts, the four Vedas, collections of hymns, prayers and liturgy, the Brahmanas and the Upanishads, commentaries or Vedic rituals and philosophical treatises, and the Puranas, traditional mythic historical works. The sanctity in accordance with these texts and the manner of their preservation over several millennia by an unbroken oral tradition make them part of the living Hindu tradition. These sacred texts offer guidance in piecing together Aryan beliefs and activities. The Aryans were a pantheistic people following their tribal chieftain or raja, engaging in wars with each other or with other allied ethnic groups and slowly becoming settled
agriculturalist with consolidated territories and differentiated occupations. Their skills in using horse-drawn chariots and their knowledge of astronomy and mathematics gave them a military and technological advantage that lead others to expect their social customs and religious beliefs. By approximately 1000 BC, Aryan culture had spread over most of India, north of the Vindhya range, and in the processes assimilated much from other cultures that preceded it. Their skills in using horse-drawn chariots and their knowledge of astronomy and mathematics gave them a military and technological advantage that led others to expect their social customs and religious beliefs. By approximately 1000 BC, Aryan culture had spread over most of India, north of the Vindhya range, and in the processes assimilated much from other cultures that preceded it. റിലീജിയസ് ബുക്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ദ വേദാസ്. ദ വേദാസ് ആണ് ഇനി പറയാനുള്ളത്. ഇപ്പൊ ഈ വേദാസ് പറയണേക്ക് മുന്നേ നമുക്ക് വേറെ സൈഡിൽ ടോപ്പിക് ഉണ്ട്, മോർ അബൌട്ട് ദ ആര്യൻസ് എന്ന് പറഞ്ഞിട്ട്. നമുക്കത് നോക്കാം, അതിനുശേഷം ദ വേദാസ് പറയാം. More about the Aryans. The most expected view is that Aryans' original home was in the great steppe land which stretches from Poland to Central Asia. In the 2nd millennium BC, they started moving from their original home and migrated westwards, southwards, and eastwards. The most expected view is that Aryans' original home was in the great steppe land which stretches from Poland to Central Asia. In the 2nd millennium BC, they started moving from their original home and migrated westwards, southwards, and eastwards. The branch that went to Europe was the ancestors of the Greeks, Romans, Celts, and Teutons. Another branch went to Anatolia, the great empire of Hittites. The great empire of Hittites grew up from the mixture of this people with the original inhabitants. One branch of Aryans remained in their original home. They were the ancestors of the Slavonic people. Those who moved southwards came into conflict with West Asian civilizations. The Kassites who conquered Babylon belonged to this stock. In the excavation at Bonhak Koi in Asia Minor, Bogets Koi in Asia Minor. In the excavation at Boges Koi in Asia Minor, which dates approximately 1400 BC, in the excavation at Boges Koi in Asia Minor, which dates approximately 1400 BC. Inscriptions were found containing the names of deities like Indra, Varuna, and Nasatya. These gods are all mentioned in Rig Veda. To the same period as the Bogaskoi belong the clay tablets with cuneiform script discovered at
Amarna in Egypt, where references are found of Princess of Mitanni in northwest Mesopotamia, bearing Indo-Aryan names. To the same period as the Bogaskoi belong the clay tablets with cuneiform script discovered at Tel El Amarna in Egypt, where references are found of Princess of Mitanni in northwest Mesopotamia, bearing Indo-Aryan names. In the course of the journey to the east or south, a group of Aryans had settled in Iran and developed a civilization of their own. Later, one branch crossed the Hindu Kush and entered India through Afghanistan. They occupied Punjab after defeating the original inhabitants and ultimately conquered greater part of northern India. In the course of the journey to the east or south, a group of Aryans had settled in Iran and developed a civilization of their own. Later on, branch crossed the Hindu Kush and entered India through Afghanistan. They occupied Punjab after defeating the original inhabitants and ultimately conquered a greater part of northern India. More about the Aryans. The most expected view is that Aryans' original home was in the great steppe land, which stretches from Poland to Central Asia. In the second millennium BC, they started moving from their original home and migrated westwards, southwards, and eastwards. The branch that went to Europe was the ancestors of the Greeks, Romans, Celts, and Teutons. Another branch went to Anatolia. The great empire of Hittites grew up from the mixture of this people with the original inhabitants. The great empire of Hittites grew up from the mixture of this people with the original inhabitants. One branch of Aryans remained in their original home. They were the ancestors of the Slavonic people. Those who moved southwards came into conflict with the West Asian civilizations. The Casites, who conquered Babylon, belonged to this stock. In the excavation at Bogaskoi in Asia Minor, which dates approximately 1400 BC, the Casites, who conquered Babylon, belonged to the stock. In the excavation at Bogaskoi in Asia Minor, which dates approximately 1400 BC, inscriptions were found containing the names of deities like Indra, Varuna, and Nasatya. These gods are all mentioned in Rigveda. To the same period as the Bogaskoi belong the clay tablets with cuneiform script discovered at Tel El Amarna in Egypt, where references are found of Princess of Mitanni in northwest Mesopotamia. To the same period as the Bogaskoi belong the clay tablets with cuneiform script discovered at Tel El Amarna in Egypt, where references are found of Princess of Mitanni in northwest Mesopotamia, bearing Indo-Aryan names. In the course of the journey to the east or south, a group of Aryans had settled in Iran and developed a civilization of their own. Later, one branch crossed the Hindu Kush and entered India through Afghanistan. They occupied Punjab after defeating the original inhabitants and ultimately conquered the greater part of northern India.
In the course of the journey to the east or south, a group of Aryans had settled in Iran and developed a civilization of their own. Later, one branch crossed the Hindu Kush and entered India through Afghanistan. They occupied Punjab after defeating the original inhabitants and ultimately conquered the greater part of northern India. More about the Aryans നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് നമുക്ക് ദ വേദാസ് നോക്കാം. The Vedas. These are the most sacred books of early Aryans. As per many historians, the Vedas were composed between 200 and 100 BC. This gives vivid descriptions of the life of the Aryans and are supposed to contain a divine mission. They were passed on orally from generation to generation. They were rendered in script during the Gupta period. There were 4 Vedas and the Brahmanas concerned with this Vedas are Rigveda, Brahmani, Aditya and Kaushidika. Books of Hymns: Rigveda, Brahmani, Aditya and Kaushidika. Book of Hymns: Rigveda, Brahmani, Aditya and Kaushidika. Book of Hymns: Samaveda, Brahmana, Geminiya and Tadiyamaha. Book of Melodies and Chants. Samaveda, Brahmana, Geminiya and Tadiyamaha. Book of Melodies and Chants. Samaveda, Brahmana, Geminiya and Tandiyamaha. Book of Melodies and Chants. Yajurveda, Brahmana, Satpatha. Book of Sacrifices. Yajurveda, Brahmana, Satpatha. Book of Sacrifices. Atharva Veda, Brahmana, Gobada. Atharva Veda, Brahmana, Gobada. Book of Magical and Technical Formulae. Atharva Veda, Brahmana, Gobada. Book of Magical and Technical Formulae. Atharva Veda, Brahmana, Gobada. Book of Magical and Technical Formulae. Among this, the Rigveda is claimed to be the oldest book in the world. It contains 1208 hymns, 1017 plus 11 Valakiyas, divided into 10 mandals and 8 astikas written by a family of seers such as Atri, Agni races, Bardwaj, Girit Samad, Kanva, Vishwamitra, Vamdeva and Vasistha in the form of prayers to gods like Vayu, Agni, Indra, Varuna, etc. Among this, the Rigveda is claimed to be the oldest book in the world. It contains
208 Haimans, 1017 plus 11 Velakiyas divided into 10 mandals, and 8 astigas written by a family of seers such as Atri, Agni, Raisus, Bardvaj, Girit Samad, Kanva, Vishwamitra, Vamdeva, and Vasisda in the form of prayers to gods like Vayu, Agni, Indra, Varuna, etc. The Samaveda deals with music. The Yajurveda deals with sacrifices, rituals and formulae. The Atharvaveda deals with medicine. It also contains descriptions about goldsmiths, blacksmiths, organized agriculture, etc. These books reveal the beliefs, customs, and culture of the Aryans. Vedic texts are Shruti, heard, directly revealed to the authors by the gods, and not Smriti, remembered. Rishis who were the authors of the Vedas are Madhuchandra, Vaisvamitra, Gurut Samida, Atri, Bardvaj, Kanva, Kashyapa, Rushigas, Vamadeva, Yami, Vaivasvadai, Sasvadai, and others. Contains descriptions about goldsmithy, blacksmithy, organized agriculture, etc. These books reveal the beliefs, customs, and culture of the Aryans. Vedic texts are Shruti, heard, directly revealed to the authors by the gods, and not Smriti, remembered. Rishis who were the authors of the Vedas are Madhuchandra, Vaisvamitra, Gurutasamida, Atri, Bardvaj, Kanva, Keshipa, Rushigas, Vamadeva, Yami, Vaivasvadai, Sasvadi, and others. Rishis who were the authors of the Vedas are Madhuchandra, Vaivasmitra, Guru Samida, Atri, Bardvaj, Kanva, Kashyapa, Rushigas, Vamdeva, Yami, Vaivasvadai, Sasvadi, and others. Rishis who were the authors of the Vedas are Madhuchandra, Vaisvamitra, Gurut Samida, Atri, Bardvaj, Kanva, Kashyapa, Rushigas, Vamadeva, Yami, Vaivasvadai, Sasvadai, and others. The entire Vedic literature is called Shruti and part of from the 4 Vedas. It includes Brahmanas and Aranyakas and the Upanishads. The entire Vedic literature is called Shruti and part from the 4 Vedas. It includes Brahmanas, the Aranyakas, and the Upanishads. The Vedic doctrines were composed between 600 BC and AD 100. These are also called the 6 philosophies of Vedic Hinduism. The Vedic doctrines were composed between 600 BC and AD 100. These are also called the 6 philosophies of Vedic Hinduism.
ദ വേദാസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തൊരു ടേബിളാണ് കൊടുത്തേക്കുന്നത്. ടേബിൾ 1.1 ദ 6 സ്കൂൾസ് ഓഫ് ഫിലോസഫി ഓഫ് ഹിന്ദുയിസം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നോക്കാം. ടേബിൾ 1.1 ദ 6 സ്കൂൾസ് ഓഫ് ഫിലോസഫി ഓഫ് ഹിന്ദുയിസം. ടേബിൾ 1.1 ദ 6 സ്കൂൾസ് ഓഫ് ഫിലോസഫി ഓഫ് ഹിന്ദുയിസം. ഡോക്ട്രിയൻസ്, priest teacher important information. Doctrines, priest teacher important information. Table 1.1 the 6th schools of philosophy of Hinduism. Doctrines, priest teacher important information. Doctrines, priest teacher important information. 1 Nyaya Sutra, logical doctrine. 1 Nyaya Sutra, logical doctrine. Gautama Maharishi. Gautama Maharishi, Hindu doctrines based on logic. 1 Nyaya Sutra, logical doctrine. Gautama Maharishi, Hindu doctrines based on logic. 2 Vaishishika. 2 Vaishishika. 2 Vaishishika. Monic doctrine. Canada and Rambuja. This is base of Vishishtadvaita. This is base of Vishishtadvaita. 2 Vaishishika. Monic doctrine. Canada and Ramanuja. This is basis of Vishishtadvaita. 2 Vaishishika. Monic doctrine. Canada and Ramanuja. This is basis of Vishishtadvaita. 3 Yoga Sutra. 3 Yoga Sutra, Yoga doctrine. Maharshi Patanjali. Maharshi Patanjali, a harmonic doctrine that deals with the harmony between mind and body through yoga. 3 Yoga Sutra, Yoga doctrine. Maharshi Patanjali. Maharishi Patanjali, a harmonic doctrine that deals with harmony between mind and body through yoga. 4 Sankhya Sutra. Sankhya Sutra, numerical doctrine. 4 Sankhya Sutra, numerical doctrine. Kapila Maharishi and Madhavakarya. Dvaita Siddhanta, which deals with numerals. 4 Sankhya Sutra, numerical doctrine. Kapila Maharishi and Madhavakarya. Dvaita Siddhanta, which deals with numerals. Dvaita Siddhanta, which deals with numerals. 5 Uttara Mimamsa. Uttara Mimamsa. 5 Uttara Mimamsa. Badarayans, major Upanishadic work taken up by the rishis of that time. 5 Uttara Mimamsa. Badarayans, major Upanishadic work taken up by the rishis of that time. 6 Purva Mimamsa. 6 Purva Mimamsa. Jaimini Maharishi. Jaimini Maharishi about worship via
Vayayajana rituals and also became the basis of karma marga. 6. Purva Mimamsa. Gemini Maharshi about worship Vayayajana rituals and also became the basis of Karma Marga. Karma Marga. 6. Purva Mimamsa. Gemini Maharshi about worship Vayayajana rituals and also became the basis of Karma Marga. 6. Purva Mimamsa. Gemini Maharshi about worship Vayayajana rituals and also became the basis of Karma Marga. നമ്മൾ ടേബിൾ 1.1 ദ 6 സ്കൂൾസ് ഓഫ് ഫിലോസഫി ഓഫ് ഹിന്ദുയിസം ആണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് 1 ന്യായസൂത്ര ലോജിക്കൽ ഡോക്ട്രീൻ, 2 മലയാളത്തിൽ പറഞ്ഞു പോയാണ്. നമ്മൾ CCTയുടെ സ്റ്റാൻഡേർഡ് ചോപ്പം മലയാളത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല. മലയാളം നല്ല ഭാഷയൊക്കെ തന്നെയാണ്, എന്നാലും നമ്മുടെ ഈ എന്താ പറയാ CCT എന്നുള്ള രീതിയിൽ നമ്മൾ ഇംഗ്ലീഷ് ആയിരിക്കും കംഫർട്ടബിൾ. അപ്പൊ നമുക്ക് നോക്കാം. ടേബിൾ 1.1 ദ 6 സ്കൂൾസ് ഓഫ് ഫിലോസഫി ഓഫ് ഹിന്ദുയിസം. ഡോക്ട്രെയിൻസ്. 1 ന്യായസൂത്ര ലോജിക്കൽ ഡോക്ട്രെയിൻ. 2 വൈശിഷിക മോനിക് ഡോക്ട്രീൻ. 3 യോഗസൂത്ര യോഗ ഡോക്ട്രെയിൻ. 4 സംഖ്യസൂത്ര ന്യൂമറിക്കൽ ഡോക്ട്രെയിൻ. 5 ഉത്തരമീമാംസ. 6 പൂർവമീമാംസ. Doctrines. 1 ന്യായസൂത്ര ലോജിക്കൽ ഡോക്ട്രെയിൻ. 2 വൈശിഷ്ക മോനിക് ഡോക്ട്രെയിൻ. 3 യോഗസൂത്ര യോഗ ഡോക്ട്രെയിൻ. 4 സംഖ്യസൂത്ര ന്യൂമറിക്കൽ ഡോക്ട്രെയിൻ. 5 ഉത്തരമീമാംസ. 6 പൂർവമീമാംസ. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ പ്രീസ്റ്റ് ടീച്ചർ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ എല്ലാം പറഞ്ഞു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വേദ പറഞ്ഞിരുന്നു, തുടക്കത്തിലൊരു ടോപ്പിക്ക് പറഞ്ഞിരുന്നു. നമ്മൾ നേരത്തെ ടോപ്പിക്ക് പറഞ്ഞിരുന്നു ദ വേദാസും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് ടേബിൾ 1.1 ദ 6 സ്കൂൾസ് ഓഫ് ഫിലോസഫി ഓഫ് ഹിന്ദുയിസം എന്നുള്ളത്. അപ്പൊ ഈ ടോപ്പിക്കുകൾ നമ്മൾ പറഞ്ഞ ടൈമിലൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. ദ വേദാസിൽ എന്തായാലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞതൊക്കെ തെറ്റുപറ്റി എന്ന് ആ ടൈമിൽ തന്നെ നമുക്ക് തോന്നിയിരുന്നു. അപ്പൊ നമ്മൾ ആ സമയത്ത് തന്നെ പറഞ്ഞില്ലത്, അതുകൊണ്ടാണ് ഇപ്പൊ വീണ്ടും പറയേണ്ടി വരുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദ വേദാസിലും അതുപോലെ തന്നെ ടേബിൾ 1.1 ദ 6 സ്കൂൾസ് ഓഫ് ഫിലോസഫി ഓഫ് ഹിന്ദുയിസത്തിലൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചില വേർഡ്സുകൾ പറയുമ്പോൾ സിമ്പിൾ വേർഡ്സ് ആണെങ്കിൽ പോലും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. പിന്നെ ചില ടഫായിട്ടുള്ള വേർഡ്സും ഉണ്ട്, അപ്പം അതും നമുക്ക് ചിലപ്പോൾ തെറ്റ് വരാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി പോകണം. അപ്പം ദയവേത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്തായാലും ടേബിൾ 1.1 ദ 6 സ്കൂൾസ് ഓഫ് ഫിലോസഫി ഓഫ് ഹിന്ദുയിസം ഒരിക്കൽ കൂടി പറയാം. എന്തായാലും നല്ലൊരു ടോപ്പിക്കായിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയണം. ഡോക്ട്രിയൻസ്. 1 ന്യായസൂത്ര ലോജിക്കൽ ഡോക്ട്രെയിൻ. 2 വൈശിഷിക മോണിക് ഡോക്ട്രെയിൻ. 3 യോഗസൂത്ര യോഗ ഡോക്ട്രെയിൻ. 4 സംഖ്യസൂത്ര ന്യൂമറിക്കൽ ഡോക്ട്രെയിൻ. 5 ഉത്തരമീമാംസ. 6 പൂർവമീമാംസ. 1 ന്യായസൂത്ര ലോജിക്കൽ ഡോക്ട്രെയിൻ. 2 വൈശിഷിക മോണിക് ഡോക്ട്രെയിൻ. 3 യോഗസൂത്ര യോഗ ഡോക്ട്രെയിൻ. 4 സംഖ്യസൂത്ര ന്യൂമറിക്കൽ ഡോക്ട്രെയിൻ. 5 ഉത്തരമീമാംസ. 6 പൂർവമീമാംസ. നമ്മളിതിൽ ടേബിൾ 1.1 ദ 6 സ്കൂൾസ് ഓഫ് ഫിലോസഫി ഓഫ് ഹിന്ദുയിസത്തിൽ ഡോക്ട്രീൻസും പ്രീസ്റ്റ് ടീച്ചർ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ടേബിളൊന്ന് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കാം. വീഡിയോയിൽ നിന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് നോട്ട്സ് ഓൺ വേദാസ് ആൻഡ് പുരാണാസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇതിന്റെ ബാലൻസ് ഭാഗം ലേറ്റർ വേദിക് പീരീഡ് 1600 BC എന്നുള്ളതിന്റെ അരികത്തായിട്ട് വരും. അപ്പൊ നമുക്ക് നോക്കാം. എ നോട്ട് ഓൺ വേദാസ് ആൻഡ് പുരാണാസ്. എ നോട്ട് ഓൺ വേദാസ് ആൻഡ് പുരാണാസ് എന്ന ടോപ്പിക്കിന്റെ ബാലൻസ് ഭാഗം ഈ ഭാഗത്താണ് വരുന്നത്.
ഇത് വലിയൊരു കാര്യമൊന്നുമല്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞോളൂ. ബുക്കിന്റെ സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരിക്കും, എന്നാലും നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടി അങ്ങ് പറഞ്ഞോളൂ. എ നോട്ട് ഓൺ വേദാസ് ആൻഡ് പുരാണാസ്. എ നോട്ട് ഓൺ വേദാസ് ആൻഡ് പുരാണാസ്. It is well known that ancient India did not produce any historical work, but even the Vedas and Puranas contain some data on political history. While they have great value for reconstructing the social, religious, and cultural history of India, it is well known that ancient India did not produce any historical work, but even the Vedas and Puranas contain some data on political history. While they have great value for reconstructing the social, religious, and cultural history of India, they have preserved not only the names of the kings and tribes, but also of important events as well. For example, the Dasarajana, the Battle of 10 Kings. The Dasarajana, the Battle of 10 Kings. The Pariplavakyas. The Pariplavakyas. Cyclic tales. The Pariplavakyas cyclic tales, which were recited by the lute players during the Ashwamedha sacrifice, included the Vamsanu Charita or the dynastic history. The Pariplavakyas also contained all the elements of Parikalaksanas of the Puranas, and it is possible that the Puranas, in the Vedas this term usually occurs with Idihasa or history, continued the tradition of the Vedic age and give the dynastic list as a permanent form by reducing them to writing. The dynastic list is not free from mistakes, but they make useful framework. The practice of compiling dynastic lists persisted for a long time, particularly in Nepal and Western India. The dynastic list is not free from mistakes, but they make useful framework. The practice of compiling dynastic lists persisted for a long time, particularly in Nepal and Western India. A note on Vedas and Puranas ആണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ദ ഉപനിഷത്സ്, 108 ഉപനിഷത്സ്, ദ ബ്രാഹ്മണാസ്, ദ ആരണ്യകാസ്, ദ സ്മൃതി, ദ പുരാണാസ്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അത് ഇനി പിന്നെ കുറെ ടോപ്പിക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇത് കൂടാത്തുള്ള ടോപ്പിക്സ് കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയാണ്. ലേറ്റർ വേദിക് പീരീഡ് 1600 BC, റീജിയൻ, ക്യാരക്ടറിക്സ്, പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക്, റിലീജിയസ്. The fourfold Varna division. The Ramayana, Varna system, the epic age, Mahabharata, the emergence of kingdoms or Mahajanapadas. ഇതൊക്കെ ടോപ്പിക്സുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഹിസ്റ്ററി ആൻഡ് കൾച്ചറിലെ ഏൻഷ്യന്റ് ഹിസ്റ്ററി. നമ്മൾ കുറെ കൂടി ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി കാര്യ രീതിയിലുള്ള വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയത് കാരണം കൊണ്ട് നമ്മുടെ കുറെ ടൈം പോയി. അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് നമ്മൾ വീഡിയോ തുടങ്ങിയത്. അതുകൊണ്ട് ഏകദേശം ഒരു മണിക്കൂറും സംതിങ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ദ ഉപനിഷത്സ് 108 ഉപനിഷത്സ് ഒക്കെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളത് അവസാനിപ്പിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ തന്നെ 4 മണിയൊക്കെ ആവാറായി. നമ്മൾ രാത്രി ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ
12 മണി മുതൽ അതിന് മുന്നേ തന്നെ നമ്മൾ എഡിറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ എന്തായാലും 2.5 മണിക്കൂറും ഒക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സംതിങ് ഒക്കെ നമ്മുടെ മൈക്കിലെ ചാർജ് എന്തോരം ഉണ്ടാവും അതനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാം. അപ്പം ഈ വീഡിയോ രാത്രി എടുക്കുന്ന വീഡിയോ നിങ്ങൾ CCTV വേണ്ടി നല്ല രീതിയിൽ എന്താ പറയുക യൂസ് ചെയ്യുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ തന്നെ എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. പിന്നെ ഈ വീഡിയോയിൽ പ്രത്യേകത നല്ലപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പം സ്പെല്ലിംഗ് മിസ്റ്റേക്കും ദയവേത് നിങ്ങൾ ക്ഷമിക്കണം. നമുക്ക് വേറെ മാർഗ്ഗമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ആവുന്ന രീതിയിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക തരത്തിലുള്ള വേർഡ്സുകളൊക്കെയാണ്. സിമ്പിളായ വേർഡ്സ് ആണെങ്കിൽ പോലും നമുക്ക് തെറ്റി പറയേണ്ട ഒരു അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. അപ്പം ദയവേത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒരിക്കലും മറക്കരുത്. അപ്പോൾ തന്നെ കഴിഞ്ഞ വീഡിയോന്റെ കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു, അതും ദയവേത് ഓർക്കുക. പിന്നെ ഇതിന് മുന്നൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കുറേയൊക്കെ 2.5 മണിക്കൂർ സംതിങ് ഒക്കെ ഉള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ എല്ലാ വീഡിയോസും വാച്ച് ചെയ്യും എന്നതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഒരുപാട് ടോപ്പിക്സുകൾ കവർ ചെയ്യാനുണ്ട്. എന്നാലും എഡിറ്റിംഗ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ടൈം നല്ലപോലെ പോകും. പ്രത്യേകിച്ച് നമുക്ക് എഡിറ്റിങ്ങിൽ വലിയ വിജ്ഞാനമൊന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എഡിറ്റിംഗ് ഒക്കെ പഠിച്ചു തന്നെ ഉള്ളൂ, ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അതിന് വേണ്ടി പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ടോപ്പിക്സുകൾ കാര്യ രീതിയിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഞാൻ എന്തായാലും അവസാനിപ്പിക്കുന്നു എന്തായാലും എൻ്റെ വാക്കുകൾ. എന്തായാലും ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ദയവേത് വാച്ച് ചെയ്യുക. എന്തായാലും ഡ്രോബാക്സ് ഒക്കെ ഉണ്ട് വീഡിയോനെ. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങളുടെ ദയവായിട്ടുള്ള സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു, അത്രേ പറയാനുള്ളൂ. എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റ് പറ്റിയാലും ഞാൻ ആ വീഡിയോയിൽ സ്പോട്ടിൽ തന്നെ പറയാറുണ്ട്. അല്ല അതിന് ശേഷമാണെങ്കിലും അധികം വൈകാതെ തന്നെ പറയാറുണ്ട്. അതുകൊണ്ട് ദയവേത് നമ്മുടെ വീഡിയോന്റെ ഒക്കെ എന്താ പറയാ അവസ്ഥയൊക്കെ നിങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ CCT എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിരിക്കണം, എന്നാലേ കാര്യമുള്ളൂ. നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്, ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതെല്ലാം. അപ്പൊ അതൊക്കെ നിങ്ങൾ ദയവേത് മനസ്സിലാക്കി വാച്ച് ചെയ്യാൻ ശ്രമിക്കണം. ഹൈ സ്റ്റാൻഡേർഡ് ഒന്നും ദയവേത് പ്രതീക്ഷിക്കരുത്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർക്കുക എല്ലാ വീഡിയോയും വാച്ച് ചെയ്യുമ്പോൾ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കണം. നമ്മൾ സോങ്സ് മിക്സ് ചെയ്തിട്ട് കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. ആ വീഡിയോസ് നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ 24/8/2024 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല വീഡിയോ. അത് നമ്മൾ 1/8/2024 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ യൂട്യൂബിൽ ദയവേത് വാച്ച് ചെയ്യണം. ആ വീഡിയോ മാത്രമല്ല ഒരുപാട് വീഡിയോസ് സോങ്സ് മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എടുത്ത് പറയണ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അത്യാവശ്യം ടൈമൊക്കെ എടുത്ത് വീഡിയോ ചെയ്തേക്കുന്നതാണ്. പിന്നെ ഒരു എന്റർടൈൻമെന്റ് വീഡിയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ. അതുകൊണ്ടാണ് നിങ്ങൾ വാച്ച് ചെയ്യണം എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യം ഭയങ്കര പെർഫെക്റ്റ് എന്ന് ഞാൻ ഇപ്പോഴും പറയില്ല. അങ്ങനെ നമുക്കൊന്നും നമ്മുടെ വീഡിയോ പറയാൻ താല്പര്യമില്ല. എന്നാലും അത്യാവശ്യമൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ആ വീഡിയോസൊക്കെ ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ദയവേതിട്ട് ഈ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കണം. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ. സോറി, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യണ കാര്യമാണ്. ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യില്ല, നേരിട്ട് നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പൊ എഡിറ്റിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കാര്യമായിട്ട് പറയാനില്ല. അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഞാൻ എഡിറ്റിംഗ് എല്ലാ വീഡിയോയും ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത് എഡിറ്റിങ്ങിന്റെ കാര്യമൊക്കെ. അപ്പൊ എല്ലാവർക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ, ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.